ഹലോ എവ്രിവൺ, എല്ലാവർക്കും വിഷു ആശംസകൾ. ആദ്യം തന്നെ ഞാനാണെന്ന് അറിയണ്ടേ, എൻ്റെ പേര് കാർത്തി എന്നാട്ടോ. ഞാൻ സ്കിൻ കെയറും മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസ് ഇടാറുണ്ട്. ഇതിനു മുമ്പ് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, എന്നാൽ അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് ഉള്ളത്. നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ ഇതേ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വരുന്ന ഫ്യൂച്ചർ വീഡിയോസ് എല്ലാം കാണുകയും ചെയ്യാം. പിന്നെ ഇതെൻ്റെ ആദ്യത്തെ മലയാളം വീഡിയോ ആണ്. ഞാൻ വിചാരിച്ചു വിഷു നമ്മുടെ ഒരു പുതുവാണ്ടല്ലേ, അപ്പോൾ പിന്നെ ഇന്ന് തന്നെ അത് തുടങ്ങിയേക്കാവുന്ന. അപ്പോൾ എങ്ങനെ ഞാൻ ഈ സ്മോക്കി ഐ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നും പിന്നെ ഓവറോൾ ഈ ലുക്ക് എങ്ങനെ വന്നിട്ടുണ്ടെന്നും ഞാനതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തീർച്ചയായിട്ടും തരണം. എന്നാൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ ആ ബെൽ ഐക്കൺ എന്നാലേ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും ഓൺ ടൈം കണ്ടില്ലേ. നമുക്ക് ഒരു പ്രൈമർ യൂസ് ചെയ്യണം. പ്രൈമർ എന്ന് പറയുന്നതാണ് മേക്കപ്പിൽ ഏറ്റവും ആദ്യം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന സാധനം ഏതാ അല്ല പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളത് ഞാൻ രണ്ടെണ്ണം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ രണ്ടായിട്ടാണ് യൂസ് ചെയ്തത്. കാരണം കണ്ണിൻ്റെ ചുറ്റിനും നമുക്ക് റിങ്കിൾസ് കാണും, പൊതുവേ എല്ലാവർക്കും കാണും, വിസിബിളായിട്ടും ഇൻവിസിബിളായിട്ടും. അതിനുവേണ്ടി ഒരു പ്രത്യേക ഒരു പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് അത് വേറെ വേറെ പ്രൈമേഴ്സ് മേടിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒറ്റ പ്രൈമർ യൂസ് ചെയ്തും ഓവറോൾ നിങ്ങളുടെ ഫേസിനത് യൂസ് ചെയ്താൽ മതി. ഒന്ന് പുരട്ടി കഴിഞ്ഞ് നല്ലോണം ഒരു സ്ലൈറ്റ്ലി ഒത്തിരി ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ 2 ഫൗണ്ടേഷൻ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഫൗണ്ടേഷനാണ്, പക്ഷേ നമ്മളത് കോണ്ടോർ സ്റ്റിക്ക് പോലെ ഉപയോഗിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുക ഇത് എങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന. അപ്പോൾ ഇതാ ഒരു ഷെയ്ഡ് ഞാൻ എടുത്തു, ഏകദേശം എൻ്റെ ഷെയ്ഡുമായിട്ട് തോന്നുന്ന പോലത്തെ. എന്നിട്ട് മുഖത്ത് ഞാൻ ഇതുപോലെ സ്വൈപ്പ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് പതുക്കെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഏത് ഫൗണ്ടേഷൻ മേടിക്കാൻ പോയാലും നിങ്ങൾക്ക് അറിയാമല്ലോ, ഏകദേശം നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ 2-3 കളേഴ്സ് ഏതെങ്കിലും നമ്മുടെ സ്കിന്ന് പോലെയാണ്. ആ കളേഴ്സൊക്കെ എടുത്തിട്ട് ഇമാതിരി മുഖത്ത് അതൊന്ന് പുരട്ടിയിട്ട് നല്ലോണം അതൊന്ന് ബ്ലെൻഡ് ചെയ്ത്, ഇപ്പോൾ കണ്ടില്ലേ അതെൻ്റെ സ്കിന്നുമായിട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ എക്സാക്ട് സ്കിൻ ഷെയ്ഡുള്ള ഫൗണ്ടേഷൻ. അപ്പോൾ ഇത് ഒരു സ്റ്റിക്ക് ഫൗണ്ടേഷൻ ആട്ടോ. നിങ്ങളുടെ സ്കിൻ ഓയിലിയോ നോർമൽ അങ്ങനെ കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ കോമ്പിനേഷൻ ആണെങ്കിൽ സ്റ്റിക്ക് ഫൗണ്ടേഷൻസ് അമേസിങ് ആണ് കേട്ടോ. എസ്പെഷ്യലി ഈ സമ്മർ സീസണിൽ അല്ല ചൂടത്ത് ഇത് നല്ലോണം സ്റ്റേ ചെയ്യും. അതല്ല നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ ഇതൊന്ന് അവോയ്ഡ് ചെയ്യാവും. ഇനി ഇത് കഴിഞ്ഞിട്ട് അത് ഓവറോൾ മുഖത്ത് നമ്മളൊന്ന് പുരട്ടണം. അതായത് ഇത് കണ്ടോ, ഒരു സ്പോഞ്ച് ഞാൻ മേടിച്ചേക്കുന്നത്, ഇത് ബ്യൂട്ടി സ്പഞ്ച് കേട്ടോ. അതിൻ്റെ ഒറിജിനൽ സൈൻസ് ഈ ഞാനിപ്പോൾ എടുത്ത് കാണിച്ചേക്കുന്ന പോലെ അതൊരു ഇച്ചിരി ടൈറ്റാണ്. അത് നമ്മൾ ഇതുപോലെ സോഫ്റ്റ് ആക്കണമെങ്കിൽ വെള്ളത്തിൽ നല്ലപോലെ ഇട്ട് അതിനകത്ത് എക്സ്ട്രാ വെള്ളം എടുത്ത് നമ്മൾ കളയണം, നല്ലപോലെ പിഴിഞ്ഞ് കളയണം കേട്ടോ. ടവലിനകത്ത് നമ്മളത് റാപ്പ് ചെയ്തിട്ട് ആ വെള്ളം കളയണം. എന്നിട്ട് മുഖത്ത് പോലെ വെരി ലൈറ്റ്ലി നമ്മളതൊന്ന് അമർത്തി കൊടുക്കണം. ഒത്തിരി ലൈറ്റ് പ്രഷർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒത്തിരി ടൈറ്റായിട്ട് അല്ലെങ്കിൽ ഒത്തിരി ഫാസ്റ്റായിട്ട് നമ്മളിത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ലൈറ്റ്ലി നമ്മളിതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കും. പിന്നെ ഡാബിങ് മോഷൻ എന്നാട്ടോ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ലൈറ്റ്ലി ഇങ്ങനെ ഒന്ന് പാട്ടോ ഡാബോ എന്നും പറയാം. അത് നിങ്ങൾ ലൈറ്റ്ലി പാറ്റ് ചെയ്തു കൊടുക്കണം. ഇങ്ങനെ നമ്മളിത് ബ്ലെൻഡ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷും കൊണ്ട് ഇത് സ്പ്രെഡ് ചെയ്യാം. കാരണം ഓൾറെഡി നമ്മൾ പ്രൊഡക്റ്റ് ഈവൻലി മുഖത്തത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് വേണമെങ്കിൽ ബ്ലെൻഡ് ചെയ്യാൻ ബ്രഷും ഉപയോഗിക്കാം, അല്ല ഇതുപോലെ സ്പഞ്ച് ഉപയോഗിക്കാം. ഇങ്ങനെ ഓവറോൾ നിങ്ങൾ ആ നല്ലപോലെ പുരട്ടി കഴിയുമ്പോൾ നല്ലൊരു കവറേജ് കിട്ടും. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 ഫൗണ്ടേഷൻ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടില്ലേ, ഒത്തിരി ഡാർക്കാണ്. ഇത് ഞാൻ കോൺടോറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കോൺടോറിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് നാച്ചുറലി ഉള്ള ബോൺസിന് നമ്മളൊന്ന് എൻഹാൻസ് ചെയ്യുക. അത് നമ്മുടെ മുഖത്തിനൊരു സ്ട്രക്ചർ കാണിക്കും. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ കോൺടോറിങ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ചീക്ക് ബോൺസിൽ ചെയ്യും. അത് ഫീൽ ചെയ്യാനായിട്ട് ഒന്ന് പൗട്ട് ചെയ്തത്, അപ്പോൾ നമുക്ക് ആ ഒരു ബോൺസ് കാണാമല്ലോ. പിന്നെ മൂക്കിൽ, പിന്നെ ഇത് ആ ജോ ലൈൻ നമുക്ക് ഫീൽ ചെയ്യാമല്ലോ. അവിടുത്തെ ബോൺസിൻ്റെ തൊട്ട് മീതെ ഒന്ന് ഇത് പുരട്ടി കൊടുക്കണം. അത് കഴിഞ്ഞ് വേണം നമുക്കിത് ബ്ലെൻഡ് ചെയ്യാൻ. ഇത് ബ്ലെൻഡ് ചെയ്യാൻ ഞാൻ ബ്രഷൊന്നും എടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടില്ല എടുക്കാം. ഞാൻ ആ സെയിം ബ്ലെൻഡർ തന്നെ കേട്ടോ എടുക്കാൻ പോണേ. നമ്മൾ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്തില്ലേ അതും കൊണ്ട്. എന്നിട്ട് പതുക്കെ മെല്ലെ നമ്മൾ ഈ ചീക്ക് ബോണിൻ്റെ മുകളിലോട്ട് വേണം ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ. ഇത് താപ്പോട്ട് ചെയ്യാൻ പാടില്ല, അപ്പോൾ ആ ബോണിൻ്റെ സ്ട്രക്ചർ മൊത്തത്തിൽ അങ്ങ് മാറും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇച്ചിരി ഡാർക്ക് ഷെയ്ഡും കൂടെ അല്ലേ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഡീപ്പർ ഷെയ്ഡ് എടുക്കാം. പക്ഷേ അഥവാ നിങ്ങൾക്ക് നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്യാൻ അറിയാത്ത ആളാണെങ്കിൽ ഇതുപോലെ ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ആ സ്പഞ്ചും കൊണ്ട് പതുക്കെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തൊന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ കോൺടോറിങ് കഴിഞ്ഞ്. ഇനി കണ്ണിൻ്റെ താഴെ നമുക്ക് എല്ലാവർക്കും റിങ്കിൾസ് കാണും, കണ്ണിൻ്റെ മീതെ. ഇത് കണ്ടില്ലേ,
കണ്ണിൻ്റെ മുകളിൽ നമുക്കിതുപോലെ റിങ്കിൾസ് കാണും. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ സ്പഞ്ചും കൊണ്ട് തന്നെ പതുക്കെ ഒന്ന് നമുക്ക് ഈ അമർത്തി കൊടുത്തിട്ട് നമുക്ക് ഏത് ലൂസ് പൗഡർ വേണേലും ഇതിന് ഉപയോഗിക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ലൂസ് പൗഡർ എങ്ങനെയാണ് മേടിക്കുന്നത് ഒന്നും അറിയില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ബേബി പൗഡർ കാണില്ലേ, അതെടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് പതുക്കെ ഇതുപോലെ അമർത്തി കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്താൽ മതി. അത് ആ റിങ്കിൾസ് ഉള്ള ഭാഗം നമുക്ക് ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് മുഖം സ്ട്രെച്ച് ചെയ്തിട്ടൊന്ന് ക്ലീൻ ആക്കണം. കാരണം അല്ലേ പ്രൊഡക്ട്സ് കയറി അതിനകത്ത് ഇരുന്നിട്ട് ആ റിങ്കിൾസ് ഒത്തിരിയൂടെ എടുത്ത് കാണിക്കും. എന്നിട്ട് എക്സ്ട്രാ പൗഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡസ്റ്റ് ഓഫ് ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഹൗ നമ്മൾ നമ്മുടെ ബേസ് അല്ലാതെ ലിക്വിഡ് യൂസ് ചെയ്തേക്കുന്നതോ ക്രീമൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇതുപോലെ കേട്ടോ. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഫൈനൽ സെറ്റിംഗ് ചെയ്യാൻ ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യണം. ഇവിടെ ഞാൻ NYBയുടെ ഒരു ഡ്യൂവി സെറ്റിംഗ് സ്പ്രേയാണ് യൂസ് ചെയ്യുന്നത്. നേരിട്ട് മുഖത്ത് നിങ്ങൾക്ക് ഇത് സ്പ്രേ ചെയ്യാം കേട്ടോ. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇത് എത്ര ഡിസ്റ്റൻസിൽ വെച്ചാൽ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ആ ബ്യൂട്ടി ബ്ലെൻഡറില്ലേ അല്ലെങ്കിൽ ഇത് സ്പഞ്ച് അതിലോട്ട് ഇത് സ്പ്രേ ചെയ്തിട്ട് നല്ലോണം ഇത് മുഖത്തോട്ടൊന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. നല്ല പ്രഷർ വേണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് അമർത്തി എല്ലാ മുഖത്തും ഓവറോൾ നമ്മൾ ഫൗണ്ടേഷനും പ്രോഡക്റ്റ് പുരട്ടിക്കുന്ന മുകളിലൂടെ ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി നമ്മുടെ ഐ മേക്കപ്പ് തുടങ്ങാൻ പോവാണേ. അപ്പോൾ ഇവിടെ 2 ഞാൻ ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട് ഫ്രം സ്വിസ് ബ്യൂട്ടി. 1 is 02 and 1 is 08 കേട്ടോ. ഇതാണ് പാലറ്റ് നമ്പേഴ്സ്. ഇനി നമ്മുടെ കണ്ണിന് മീതെ ഞാൻ ആദ്യം ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് എടുക്കാൻ പോവാണ്. എന്നിട്ടൊരു ഫ്ലഫി അത്യാവശ്യം വലിയൊരു ബ്രഷും കൊണ്ട് നമുക്കിത് നമ്മുടെ ഐബ്രോവിൻ്റെ താഴെ ഒരു ബോണില്ലേ, അതും നമ്മുടെ ഐലിഡും കൂടെ കണക്റ്റ് ആവുന്ന ആ ഏരിയയിൽ നമുക്കിത് നല്ലോണം പുരട്ടി ഇൻ വൈപ്പിംഗ് മോഷൻ ഒരു സി ക്രിയേറ്റ് ചെയ്യണം. ഔട്ടർ പാർട്ട് ഓഫ് നമ്മുടെ ഐസിൻ്റെയും ഇന്നർ പാർട്ട് ഓഫ് മൈ ഐസും കൂടെ നമുക്ക് കണക്ട് ചെയ്ത് ഇതുപോലെ നമുക്കൊരു സി ക്രിയേറ്റ് ചെയ്യണം. ഇനി ഈ നമ്മുടെ ക്രീസ് ഏരിയ അല്ലേ, ക്രീസ് ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ് ഫോൾഡ് ആവുന്ന ഭാഗത്ത് നമുക്ക് ഒരു ചെറിയൊരു പെൻസിൽ പോലത്തെ ഒരു ബ്രഷ് എടുക്കണം. എന്നിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് എടുക്കണം. എപ്പോഴും ഐ മേക്കപ്പ് ഒരു ലൈറ്റ് ഷെയ്ഡ് തൊട്ട് തുടങ്ങിയിട്ട് പിന്നീട് വേണം നമുക്ക് ലൈറ്റ് ഡാർക്കസ്റ്റ് അങ്ങനെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു ഡാർക്ക് ബ്രൗൺ കളർ എടുത്തിട്ട് ആ പെൻസിൽ ബ്രഷും കൊണ്ട് എക്സാക്ട്ലി കണ്ണ് തുറന്ന് വേണം കേട്ടോ ഇത് ചെയ്യാൻ. എന്നാലേ നമുക്ക് എക്സാക്ട്ലി ആ ഫോൾഡ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ അത് പുരട്ടിയിട്ട് ഒന്ന് പുരട്ടി കഴിഞ്ഞാൽ അത് നല്ലോണം ബ്ലെൻഡ് ചെയ്തേക്കണം. ഇനി ദ ലാസ്റ്റ് കളർ ഇസ് എടുക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഡാർക്കസ്റ്റ് കളർ ഞാൻ പിക്ക് ചെയ്യാണ്, അതാണ് ബ്ലാക്ക്. അതെടുത്തിട്ട് ബാക്കി റിമൈനിങ് ഏരിയ ഏതൊക്കെയാണ് നമ്മുടെ കണ്ണിൻ്റെ ഐലിഡിലുള്ളതെന്ന് വെച്ചാൽ അവിടെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ സെൻറ്റർ പാർട്ടിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് അത് നല്ലോണം നമ്മുടെ ലാഷ് ലൈൻ അല്ലേ, നമ്മുടെ ലാഷസ് കൺപീലികൾ അതിൻ്റെ അടുത്ത് വേണം നമ്മളിത് നല്ലോണം ആദ്യം സ്പ്രെഡ് ചെയ്യാൻ. ബാക്കിയുള്ള കളേഴ്സുമായിട്ട് നമ്മളിത് ആദ്യം തന്നെ മിക്സ് ആക്കരുത്. ആദ്യം നമ്മൾ ഏതൊക്കെ ഏരിയാസ് വിട്ടിട്ടുണ്ടോ അവിടെ ഇത് സ്ലൈറ്റ്ലി ഒന്ന് പറ്റണം. എന്നിട്ട് പതുക്കെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ. എപ്പോഴും ഒരു ഐ മേക്കപ്പിന് ബ്രഷ് സെറ്റ് മേടിക്കുന്നത് നല്ല കേട്ടോ. ഇതൊരു ബേസിക് ബ്രഷ് സെറ്റാണ്, വലിയ വിലയൊന്നും വരില്ല. കാരണം നമ്മളിത് വെള്ളം കൊണ്ട് എത്ര ബ്ലെൻഡ് ചെയ്താലും അത്രയ്ക്ക് വരില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐബ്രോസ് ഒന്ന് വെറുതെ ബ്രഷ് ചെയ്ത് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. കാരണം അത്യാവശ്യം നല്ലോണം ഐബ്രോസ് എനിക്കുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്കത് ഐബ്രോ പെൻസിലും കൊണ്ട് ഡ്രോ ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ കാജൽ യൂസ് ചെയ്തേക്കുന്നു. ഇത് NYBയുടെ ഒരു ബ്ലാക്ക് കാജലാണ്. ഇനി നമ്മൾ മേലെ ഉപയോഗിച്ചില്ലേ ഐ ലാഷസിൻ്റെ മേലെ അവിടെ ഉപയോഗിച്ച എല്ലാ കളേഴ്സും നമ്മളിത് ഇവിടെയും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഐ മേക്കപ്പ് ഒരു കംപ്ലീഷൻ കിട്ടും. അപ്പം നിങ്ങൾ ഏത് കളർ ഓൺ ദ ഐലിഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ലോവർ ലാഷിലും കൂടെ യൂസ് ചെയ്യണം. എന്നാലേ അതിനൊരു കംപ്ലീറ്റഡ് ലുക്ക് വരുള്ളൂ. ഇനി ഇവിടെ ഒരു പാലറ്റ് ഉണ്ട്. ഇതിനകത്ത് ബ്രോൺസർ, ബ്ലഷ് ഇതൊക്കെയുണ്ട്. ഇതെല്ലാം പൗഡർ ഫോമിലാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ ബേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുക. ഇവിടെ ഞാൻ നിങ്ങൾക്ക് മുഖത്ത് കാണാം കുറേ പൗഡർ പെട്ടി വെച്ചിട്ടുണ്ട്. ഇതിന് ബേക്കിംഗ് എന്നാണ് പറയുന്നത്. പക്ഷേ ഞാനത് ഡീറ്റെയിൽ ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾക്ക് വേറെ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ബേക്കിംഗ് എന്ന പ്രോസസ്സ് പറഞ്ഞുതരാം. അപ്പോൾ അത് കൂടാതെ നമ്മളിവിടെ ബാക്കിയെല്ലാം പൗഡർ ഫോമിൽ യൂസ് ചെയ്യുന്നുണ്ട്. നേരത്തെ കോൺടോർ ചെയ്തതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ബ്രോൺസർ പൗഡർ യൂസ് ചെയ്തു. അതൊന്ന് ഇച്ചിരി കൂടി ഡിഫൈൻഡായി. ഇനി അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ബ്ലഷും കൂടെ യൂസ് ചെയ്യുക. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. പൗഡർ എല്ലാം കൂടെ ഡസ്റ്റ് ഓഫ് ചെയ്തിട്ട് ഇനി നമ്മൾ സെറ്റിംഗ് സ്പ്രേ നേരിട്ട് സ്പ്രേ ചെയ്യണം. എന്നാൽ അത് നല്ലൊരു ഡിസ്റ്റൻസ് വെച്ചിട്ട് വേണം സ്പ്രേ ചെയ്യാൻ. ഇനി ഇതൊന്ന് നല്ലപോലെ നമ്മൾ ഡ്രൈ ആവാൻ സമ്മതിക്കണം. ഇനി ഒരു ചെറിയ നനവുള്ളപ്പോൾ നമ്മൾ ഈ ഹൈലൈറ്റിംഗ് പൗഡർ ഇല്ലേ അതെടുത്തിട്ട് മുഖത്തൊരു നാച്ചുറലായിട്ട് ഷൈൻ വരുന്ന കുറേ ഏരിയാസ് കാണുമല്ലോ അവിടെയൊക്കെ ഇതൊന്ന് പുരട്ടി കൊടുക്കണം. ഇനി വൺസ് ദാറ്റ് ഇസ് ഡൺ ഇനി ലിപ്പ് ലൈനറിന് ഞാനൊരു ഡാർക്ക് മെറൂണിഷ് ഷെയ്ഡ് കേട്ടോ അതെടുത്ത് യൂസ് ചെയ്ത ദിസ് ഇസ് ഫ്രം MyGlam. ആൻഡ് ഇത് ഞാൻ എപ്പോഴും ലിപ്പ് ഫിൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ലൈനർ യൂസ് ചെയ്ത് ആദ്യം കവർ ചെയ്തിട്ട് വേണം അത് ലിപ്പ് ഫിൽ ചെയ്യാൻ. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഡിഫൈൻഡ് ലുക്ക് നമ്മുടെ ലിപ്സ്റ്റിക്കിന് കിട്ടും. അപ്പോൾ അത് നമ്മുടെ കഴിഞ്ഞു. ഇനി ഇവിടെ ഞാൻ ഒരു മേബിലിൻ്റെ കൊലോഷ്യൽ മസ്കാര യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇത് ഞാൻ
നല്ലോണം അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് മസ്കാര വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇതെൻ്റെ ലോവർ ലാഷസിൽ നമുക്ക് ആ പാരലായിട്ട് വെക്കണം ആ ബ്രഷ്. എന്നിട്ട് വേണം അവിടുത്തെ ഹെയർ ലൈൻ നമുക്ക് നല്ലോണം ബ്രഷ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അത് മസ്കാരയും കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഡ്രസ് ആൻഡ് ഓർണമെൻറ്റ്സ് ഇതാണ് കേട്ടോ എൻ്റെ ലുക്ക്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ വിഷു മേക്കപ്പ്? എനിക്കറിയാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നെങ്കിൽ അത്യാവശ്യം നല്ലോണം തല കുഴഞ്ഞിട്ടുണ്ടായിരിക്കും. അതല്ല, നിങ്ങൾ മേക്കപ്പിൽ താല്പര്യമുള്ളവരാണെങ്കിൽ കുറേ മേക്കപ്പ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ട്സും അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ കുറേയൊക്കെ മനസ്സിലായി കാണും. ഇനി അതല്ലെങ്കിൽ ഇനി വരുന്ന എൻ്റെ വീഡിയോസിന് എല്ലാ വീക്കിലും ഞാൻ ഒരു വീഡിയോസ് ഇടാൻ പോവാണ് ഇൻ മലയാളം. സോ അതിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഏത് പ്രൊഡക്ട്സ് എന്തിനു വേണ്ടിയാണ്, ഏത് സ്കിൻ ടൈപ്പിന് വേണ്ടിയാണ്, അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എവിടെ നിന്ന് മേടിക്കാം, എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സോ ഇതെല്ലാം അറിയണമെങ്കിൽ ഈ ചാനലുമായിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങളുടെ ആരെങ്കിലും കൂട്ടുകാരോ ആർക്കെങ്കിലും മേക്കപ്പുമായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോസ് അവരുമായിട്ട് ഷെയർ ചെയ്യാം. ആൻഡ് വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി വിഷു വൺസ് അഗൈൻ. ടേക്ക് കെയർ, ലവ് യു ആൻഡ് ബൈ.